നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മളുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആനുകൂല്യങ്ങളിലൊന്നാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ. ഈ ആനുകൂല്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കൂടി ചേർത്ത് ലഭിക്കുന്നവരുണ്ട്. അതായത് 200, 300, 500 രൂപയും. അത് പ്രതിമാസം സംസ്ഥാന സർക്കാരിൻ്റെ തുക ലഭിച്ച് അതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി ലഭിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ചിലർക്ക് 2000 രൂപയോളം പെൻഷൻ ലഭിക്കുന്നത്. എന്നാൽ ഇതുകൂടാതെ 2000 രൂപയും സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമായിട്ട് ലഭിക്കുന്നവരുമുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനുകളിൽ, അതായത് വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ ആനുകൂല്യങ്ങൾ, കർഷക തൊഴിലാളി പെൻഷൻ, അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന പെൻഷൻ ആനുകൂല്യം, അങ്ങനെയുള്ള ആനുകൂല്യമൊക്കെ വാങ്ങുന്നവർ വർഷാവർഷങ്ങളിൽ ചില രേഖകൾ കൊടുത്ത് നമ്മളുടെ അപേക്ഷകൾ പുതുക്കേണ്ടതുണ്ട്. എന്നാൽ ഇതിൽ തന്നെ സാധാരണക്കാരെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണുള്ളത്. അത് ജൂൺ മാസം 30-ന് മുൻപ് സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിക്കുകയും വേണം. നമ്മളുടെ പഞ്ചായത്തിലാണ് ബന്ധപ്പെട്ട രേഖകൾ കൊടുക്കേണ്ടത്. പെൻഷൻ തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടിയാണ് രേഖകൾ സമർപ്പിക്കേണ്ടത്. ഏറ്റവും ആദ്യത്തേത് വരുമാന സർട്ടിഫിക്കറ്റാണ്. വരുമാന സർട്ടിഫിക്കറ്റ് എല്ലാവരും കൊടുക്കേണ്ട ആവശ്യമില്ല. മുൻപ്, അതായത് പഴയ പെൻഷൻ ഗുണഭോക്താക്കളിൽ അന്ന് വരുമാന സർട്ടിഫിക്കറ്റ് ബാധകമല്ല എന്ന സമയത്ത് പദ്ധതിയിൽ ചേർന്നിട്ടുള്ള ഗുണഭോക്താക്കൾ ഒരുപക്ഷെ വരുമാന സർട്ടിഫിക്കറ്റ് ഒരിക്കൽ പോലും സമർപ്പിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ കൃത്യമായിട്ട് വാർഡ് കൗൺസിലർ അല്ലെങ്കിൽ വാർഡ് മെമ്പർ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അറിയിക്കും. ഇത് അറിഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കണം. നമ്മുടെ പഞ്ചായത്തിൽ ആധാറിൻ്റെ കോപ്പി കൂടി ചേർത്ത് ഏൽപ്പിക്കുകയാണ് വേണ്ടത്. വരുമാനം കൃത്യമായിട്ട് അപ്ഡേഷൻ ചെയ്യണമെന്നാണ് വ്യവസ്ഥ. ജൂൺ മാസം 30-നകം ഇത് ചെയ്തില്ല എങ്കിൽ ജൂലൈ മാസം മുതൽ നമുക്ക് പെൻഷൻ തടസ്സപ്പെട്ട നിലയിലായിരിക്കും. അതായത് താൽക്കാലികമായിട്ട് തടഞ്ഞു വയ്ക്കും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. 2.5 ലക്ഷത്തോളം ഗുണഭോക്താക്കളെ ബാധിക്കുമെന്നാണ് മുൻ സർക്കാർ കണക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ ഇത് സമർപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഡിസംബറിൽ സമയപരിധി അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ മുൻ സർക്കാർ തീയതി നീട്ടി നൽകുകയാണ് ചെയ്തത്. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുന്നതിന് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ നമുക്ക് സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്താലും മതി. നമ്മളുടെ പെൻഷൻ ഗുണഭോക്താവിൻ്റെ ആധാർ നമ്പർ ഉപയോഗിച്ച് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ ഭാഗത്ത് കൃത്യമായിട്ടത് ബാധകമല്ല എന്ന് കാണാൻ സാധിക്കും. ബാധകമല്ലെങ്കിൽ പ്രശ്നമില്ല, വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇനി വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ സ്ഥാനത്ത് അത് സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണുന്നതെങ്കിൽ പ്രശ്നമുണ്ട്. തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ വാർഡ് മെമ്പറെ വിളിച്ച് അറിയിക്കുക. അതിനുശേഷം എത്രയും വേഗം വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കുകയും വേണം. നിലവിൽ ഇതുവരെ സമർപ്പിക്കാത്ത സ്ഥിതിക്ക് ഉയർന്ന വരുമാനം, അതായത് 1 ലക്ഷമോ അതിന് മുകളിലോ വരുമാനം ഉള്ള ആളുകളായിരിക്കും ഒരുപക്ഷെ മനഃപൂർവ്വം ഇത് കൊടുക്കാത്തത് എന്ന രീതിയിലേക്ക് സർക്കാർ നിഗമനത്തിലെത്തിച്ചേരും. പിന്നീട് നമുക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുന്നതായിരിക്കും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് സ്ത്രീ ഗുണഭോക്താക്കളെയാണ് ബാധിക്കുന്നത്. വിധവാ പെൻഷൻ വാങ്ങുന്നവർ, അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ, അങ്ങനെയുള്ളവരിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അത് കൃത്യമായിട്ട് സമർപ്പിക്കാനുള്ള സമയപരിധി സാധാരണഗതിയിൽ മാർച്ച് മാസം വരെയൊക്കെയാണ്. എന്നാൽ ജൂൺ മാസം 30 വരെയൊക്കെ സമയം നീട്ടിയിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റ് ഇതുവരെ ഏൽപ്പിക്കാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം ഇത് ഏൽപ്പിക്കുക. 60 വയസ്സ് പൂർത്തിയായവർ ഇനി അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൽ താഴെയുള്ളവർ കൃത്യമായിട്ട് രേഖകൾ കൊടുത്തിരിക്കണം. പുനർവിവാഹിതയല്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്ന സാക്ഷ്യപത്രം, അതും നമ്മളുടെ വില്ലേജ് അധികാരി തന്നെയാണ് സാക്ഷ്യപ്പെടുത്തി നൽകേണ്ടത്. ഇതും കൃത്യമായിട്ട് നൽകിയിട്ടില്ല എങ്കിൽ നമുക്ക് ആനുകൂല്യം തടസ്സപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഈ ബന്ധപ്പെട്ട രേഖകൾ കൃത്യമായിട്ട് ഏൽപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. പെൻഷൻ 2000 ആയിക്കോട്ടെ അല്ലെങ്കിൽ വർദ്ധിപ്പിച്ച തുക ഏതുമായിക്കോട്ടെ, ഇത് കൃത്യമായിട്ട് നമ്മളുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ കൈകളിലേക്കോ ലഭിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചാൽ മതിയാകും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ ജനോപകാരപ്രദമായ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.